ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഈ വീഡിയോ ആക്ച്വലി ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്ന ഒരു വീഡിയോ അല്ല. പക്ഷേ പല കമൻസിലൂടെ എനിക്ക് കിട്ടിയ അതിനൊരു റിപ്ലൈ എനിക്ക് തരണം എന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ ചെയ്ത 1-to-1 കുറിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് നൽകി. അപ്പം അതിന് കുറേ കമൻസും എനിക്ക് വന്നിരുന്നു, കുറേ ഡൗട്ട്സുകളുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാനിപ്പോൾ അതും കൂടി ഷെയർ ചെയ്യുകയാണ്. 1-to-1 എപ്പോൾ ചെയ്യണം എന്നുള്ളത്. അത് നമ്മൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എപ്പോഴും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ സമയം എപ്പോഴും വൈകുന്നേരങ്ങളിലാണല്ലോ. രാവിലേക്ക് നമ്മളുടെ ഓരോ തിരക്കുകളായിരിക്കാം. അപ്പം വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റി, അതായത് കാമായിട്ട് കുറച്ച് നേരം നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന സമയം ഏതാണോ ആ സമയമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ചൂസ് ചെയ്യേണ്ട ഒരു സമയം എന്ന് ഞാൻ വേണം പറയാം. പിന്നെ അർദ്ധരാത്രി വരെ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അതിന് മുന്നേ ഞാനിപ്പോൾ ചെയ്യുന്നത് വിളക്ക് കത്തിക്കുന്ന സമയത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു സമയം നമുക്ക് ചൂസ് ചെയ്യാം. അത് കൂടാതെ പല കമൻസുകളും ഉണ്ട്. അപ്പം ഞാൻ പറ്റുന്നത് പോലെയൊക്കെ എല്ലാത്തിനും ഞാൻ റിപ്ലൈസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി. അപ്പം നമ്മുടെ ഈ വീഡിയോ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലും മാറ്റങ്ങൾ ആഗ്രഹിക്കാത്തവരാരുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരട്ടെ, സന്തോഷങ്ങൾ വരട്ടെ, പണം വരട്ടെ. പണം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് സന്തോഷം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും നല്ല ആരോഗ്യവരായിട്ട് ഇരിക്കുക എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഞാനപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് 555 മെത്തേഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 555 മെത്തേഡ്. അപ്പോൾ പലരും അതിനും കമൻസ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്തതിൻ്റെ ഒരു ചെറിയ വീഡിയോയും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. 555 മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ, അതും വലിയ ആഗ്രഹങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മൾ ആഗ്രഹങ്ങൾ എപ്പോഴും ചെറുത് മുതൽ വലുതിലേക്കാണല്ലോ എപ്പോഴും നമ്മൾ ഓരോന്ന് കാര്യങ്ങൾ ശീലിക്കുന്നതും. അതുപോലെ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി വലിയ കാര്യങ്ങളിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ 555 മെത്തേഡും നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം നമ്മൾക്ക് 5 ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാമെന്നുള്ള ഒരു മെത്തേഡാണ് ഈ 555 മെത്തേഡ്. 555 എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയും. ഈ 555 എന്ന് പറയുന്നത് 55 തവണ നമ്മൾ ഈ ഒരു കാര്യം, ഇപ്പം നിങ്ങൾ എന്താണോ ഒരു കാര്യം, ഇപ്പം എനിക്ക് പണം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി, ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഈ ജോലി എനിക്ക് നേടിത്തരണം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എന്തെങ്കിലും ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണോ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കാര്യം ഈ 5 ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു അത്യുദാഹരണമായിട്ടുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു 555 മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. 555 മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിത് എഴുതിയാണ് നമ്മളുടെ കാര്യം സാധിച്ചെടുക്കുന്നത്. നമ്മളുടെ ഒരു ബുക്കിൽ വരയിട്ട ബുക്കോ വരയിടാത്ത ബുക്കോ ഒന്ന് എടുക്കാം. നിങ്ങൾ അതുപോലെ തന്നെ പച്ച മഷിപ്പേനയോ നീല മഷിപ്പേനയോ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയം ഇതുപോലെ തന്നെ നമ്മൾ 1-to-1 പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പീസ്ഫുള്ളായിട്ട് സമാധാനപരമായിട്ട് മറ്റ് ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുകൂടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്ക് എപ്പോഴും റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന സമയം. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഒരു ടൈം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണീക്കുന്ന സമയം, രാവിലെ കാലത്ത് എണീക്കുന്ന ആ ഒരു മണിക്കൂറിനുള്ളിലും അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ പോകുന്നതിന് 1 മണിക്കൂറിനുള്ളിലുമുള്ള സമയമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യം, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉണർന്ന് എണീക്കുമ്പോൾ നമ്മളുടെ ആദ്യത്തെ 1 മണിക്കൂർ എന്തിനെക്കുറിച്ചുള്ള ചിന്തയാണോ ആ ചിന്തയായിരിക്കും അന്നേ ദിവസം ഫുള്ള് നമ്മളുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ എണീറ്റുള്ള ആ 1 മണിക്കൂറിനുള്ളിലുള്ള സമയത്ത് നിങ്ങളിത് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മൾ രാത്രിയിലും നമ്മളുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സമയമാണ് അല്ലേ? അപ്പോൾ ആ ഉപബോധ മനസ്സിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് നമ്മൾ എന്ത് ചിന്തിച്ചാണോ കിടക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കും പിന്നീട് നമ്മൾ ഉപബോധ മനസ്സ് നമ്മളുടെ കാര്യത്തെക്കുറിച്ച് അവരതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സിനിമയിലോ പ്രേതത്തിൻ്റെ സിനിമയോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുള്ളതൊരു
കാര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ രീതി നമുക്കത് സ്വപ്നമായിട്ട് നമ്മുടെ ആ ഒരു കാര്യം നമ്മുടെ സ്വപ്നത്തിലൂടെ നമുക്കത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതാണെന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എന്താണ് ഹിൻ്റാണ് ആ കാണിക്കുന്നത്. അപ്പം ഇതാണ് ബെസ്റ്റ് ടൈം. അപ്പം 555 മെത്തേഡിൽ നിങ്ങൾ 55 തവണ നമ്മളിപ്പോൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കാര്യം 55 തവണ നിങ്ങൾ വൃത്തിയായിട്ടൊരു ബുക്കിൽ എഴുതുക. അപ്പോൾ നിങ്ങൾ എഴുതുന്ന അന്ന് നമ്പർ 1 എന്ന് ഇടുക, ഡേറ്റും കൂടി ഒന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഗ്യാപ്പ് കൂട്ടാൻ അടുത്ത ദിവസം അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 ദിവസവും നമ്മളിത് ചെയ്യണം. ഓക്കെ. അപ്പം അതുമല്ല, നമ്മൾ ഏതൊരു കാര്യവും എത്ര വിശ്വാസത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇതിലൊരു വലിയൊരു പോയിൻ്റാണ്. കാരണം പലരും ചിലപ്പോൾ നീ ചെയ്തിട്ടുണ്ട് അപ്പം നിൻ്റെ കാര്യം സാധിച്ചെടുത്തു, എന്നാൽ ഞാൻ നിന്നെ അത് എന്നാൽ ശരിക്കും പറഞ്ഞാൽ എന്നാൽ എൻ്റെ കാര്യം സാധിച്ചെടുക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കില്ല എനിക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റുമോ, ഇവൾ ചെയ്ത കാര്യം അല്ലെങ്കിൽ ഇവർ ചെയ്ത കാര്യം സത്യമാണോ എന്നറിയാൻ വേണ്ടി പലരും പരീക്ഷിക്കാറുമുണ്ട്. ദയവേത് ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് പല കമൻസുകളും ഞാൻ ഇതുപോലെ എൻ്റെ വീഡിയോസിനല്ല പല വീഡിയോസിൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴും പലരും നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ തരുന്നത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ കമൻസ് ഇട്ടോളൂ. പക്ഷേ നിങ്ങൾ ഏതൊരു കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പം നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി ആയിക്കോട്ടെ എന്തിനും ആയിക്കോട്ടെ, നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് 100% അതിനെ വിശ്വസിച്ച് മാത്രം ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% അല്ല 200% ഞാൻ വാക്ക് തരുകയാണ്, ആ ഒരു കാര്യം ഈ പറയുന്ന ഒരു പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് 100% അത് സാധ്യം ആക്കി കിട്ടും എന്നുള്ളതിൽ വേറൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ 555 മെത്തേഡും വളരെ വിശ്വാസത്തോടു കൂടി നമ്മുടെ ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് എന്താണോ എഴുതുന്നത് ആ ഒരു കാര്യം മാത്രം ഉള്ളിലും നിങ്ങൾ എഴുതിക്കൊണ്ട് 55 തവണ ഈ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതുക. എഴുതിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ വേണ്ട 1 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡെങ്കിലും നമുക്ക് ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം ഈ ഒരു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കിടക്കുക. അതുപോലെ തന്നെ രാവിലെ എഴുതുന്നവരാണെങ്കിലും ഈ കാര്യം എഴുതി ചെയ്തതിന് ശേഷം ഇതുപോലെ ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കുക. ഇതുപോലെ 5 ദിവസം എഴുതുക. അതുകൊണ്ടാണ് 55 തവണ 5 ദിവസം എഴുതി നമ്മൾ പൂർത്തീകരിക്കുന്നതിനാണ് 555 മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദയവേത് നിങ്ങൾ ഈ 555 മെത്തേഡ് ഇതുപോലെ നിങ്ങൾ എഴുതി നിങ്ങളുടെ 5 ദിവസം അടുപ്പിച്ചുള്ള 5 ദിവസം എഴുതുക. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്കിതുപോലെ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല, ബുക്ക് എടുത്തു, ഇതുപോലെ 555 മെത്തേഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. മിറാക്കിൾ എന്ന് വേണം പറയാൻ. 3-ാമത്തെ ദിവസം എനിക്ക് എൻ്റെ ആ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. എത്ര രൂപ വേണം എന്നൊന്നും ഞാൻ കരുതിയില്ല, എനിക്ക് കുറച്ച് പൈസ എനിക്ക് കയ്യിൽ വേണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഇത്ര രൂപ എന്നൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. 3-ാമത്തെ ദിവസം എനിക്കറിയത്തില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇത് വെച്ചോ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ കൊണ്ട് തന്നു ഒരു വ്യക്തി. ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് കൊണ്ടുതരാം. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യവും വിശ്വാസത്തോടെ എങ്ങനെ കൊണ്ടുതരും എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങളപ്പോൾ ചിന്തിക്കരുത്. എനിക്ക് എൻ്റെ കാര്യം സാധിക്കണം, തീർച്ചയായിട്ടും എനിക്കത് സാധിച്ചു കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഒരു കാര്യം 55 തവണ 5 ദിവസം നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻസിലൂടെ ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും മറുപടി തരുന്നതാണ്. അപ്പം ഇതുപോലെ ഈ 555 മെത്തേഡ് പരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി വന്ന് എൻ്റെ ഈ കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. കാരണം അതെനിക്കൊരു സന്തോഷമാണ് നിങ്ങളുടെ കാര്യം സാധിച്ചെങ്കിൽ. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരും ഇതുപോലെ കമൻസുകൾ നോക്കുന്നുണ്ടാവും. അപ്പം അവർക്കും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അത് അവർക്കും ഒരു പ്രചോദനമാണ്, എനിക്കും എൻ്റെ കാര്യം സാധിച്ചെടുക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. കാരണം നമ്മുടെയൊക്കെയുള്ള ഒരു ഫ്രീ ടൈം നമുക്ക് ചിലവഴിക്കാൻ നമ്മൾ ഇതുപോലുള്ള യൂട്യൂബ് ചാനലിലേക്കൊക്കെ അല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ, പ്രത്യേകിച്ച് വീട്ടമ്മമാരാകുമ്പോഴേക്കും ഇതൊക്കെ ഒരു പ്രചോദനമാണ് അല്ലേ. തീർച്ചയായിട്ടും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക.
മുന്നോട്ടുള്ള എൻ്റെ ഓരോ യാത്രയ്ക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നമസ്കാരം.